വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ട്രൈ കളർ റൈസ് പരീക്ഷിച്ചാലോ? ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കുറേ നാളായി, അപ്ലോഡിംഗ് വൈകിപ്പോയി എന്ന് മാത്രം. നാഷണൽ ഫെസ്റ്റിവൽ ദിവസങ്ങളിൽ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളർ റൈസിലും പകർത്താം. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാതെ തന്നെയാണ്, വെജിറ്റബിളിൻ്റെ നാച്ചുറൽ കളറിൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പുതിന ചട്നി ഓൾറെഡി ഉണ്ടാക്കി വയ്ക്കുക. കോളിഫ്ലവർ നല്ലവണ്ണം പൊടിയായ രീതിയിൽ അരിഞ്ഞു വയ്ക്കുക. ക്യാരറ്റ് നല്ലവണ്ണം ഗ്രേറ്റ് ചെയ്ത് വയ്ക്കുക. സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ചേർക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഓയിലിനേക്കാളും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബട്ടറാണ്. പക്ഷേ ബട്ടർ നമ്മൾ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ചൂടായിട്ട് തന്നെ ആ റൈസ് കഴിക്കണം. അതർവൈസ് നമുക്ക് ഓയിലിലും ഉണ്ടാക്കാം. ഓയിൽ വിത്ത് ബട്ടറിലും നമുക്ക് ചേർക്കാം. പിന്നെ കൂടുതൽ ബ്ലാക്ക് പേപ്പറിന് പകരം വൈറ്റ് പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഉപ്പ്, റൈസ് ഞാൻ ഓൾറെഡി ഏത് റൈസാണ് നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ പച്ചരി കൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉപ്പ്, വെള്ളം, ഇതൊക്കെയാണ് പിന്നെ നമുക്ക് ആവശ്യമായി വരുന്നത്. ഞാൻ പാനിലേക്ക് ബട്ടർ ചേർക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ, ചൂടായിട്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കുകയാണെങ്കിൽ ബട്ടർ തന്നെ മതിയാവും. അതല്ല, കുറച്ച് ആറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ ബട്ടറിനോട് കൂടെ കുറച്ച് ഓയിൽ മിക്സ് ചെയ്യുക. അപ്പം ചോറിനൊരു ഡ്രൈനെസ് വരില്ല. ഞാൻ ഓൾറെഡി റൈസ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഉപ്പും കുറച്ച് ബട്ടറും ഓയിലും ഒക്കെ മിക്സ് ചെയ്ത് റൈസ് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ പച്ചരി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഏത് റൈസ് ആണെങ്കിലും നമുക്കിതിന് പ്രത്യേകിച്ചൊരു റൈസ് ഒന്നും നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യേണ്ട. നമ്മൾ വീട്ടിൽ അവൈലബിൾ, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന റൈസ് ആയിരിക്കും കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും വീട്ടുകാർക്കും താല്പര്യം. അതിനനുസരിച്ച് ഉണ്ടാക്കാം. ബസുമതി റൈസോ ജീര റൈസോ, അധികം ഒരുപാട് ഫ്ലേവേർഡ് അല്ലാത്ത റൈസുകളെല്ലാം ഇതിന് നന്നായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി മൂപ്പിക്കുകയാണ്. ബട്ടറിൽ വെളുത്തുള്ളി മൂക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. നെക്സ്റ്റ് സവോള കുറച്ച്, ഒരുപാടൊന്നും വേണ്ട. ഞാൻ എടുക്കുന്ന അരച്ചു വെച്ചിരിക്കുന്ന ഓരോ കപ്പിനും അനുസരിച്ച് തന്നെയാണ് ഞാൻ റൈസും ചേർക്കുന്നത്. അതുകൊണ്ട് കുറച്ച് മാത്രം ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾ എത്ര റൈസ് എടുക്കുന്നോ അതിനനുസരിച്ച് സവോള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ബട്ടർ ചേർത്തു. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂണോളം സവോള, ഇതെല്ലാം നല്ലോണം വഴറ്റിയെടുക്കുക. ഒരുപാട് കളർ ചേഞ്ച് ഒന്നും വരണ്ട. ഇതിപ്പോൾ നമ്മൾക്ക് ക്യാമറയിലൂടെ കാണുമ്പോൾ കുറച്ച് കളർ ഡിഫറൻസ് ആയി തോന്നും, ഒരുപാട് മൂക്കണ്ട. അപ്പോൾ വൈറ്റ് റൈസിന് കുറച്ച് കളർ ചേഞ്ച്, ഒരു ഓഫ് വൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബദാം കളറായിട്ടോ ഒക്കെ മാറും. കോളിഫ്ലവറാണ് ഞാൻ ഈ വൈറ്റ് കളർ റൈസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഗീ റൈസും നമുക്ക് വൈറ്റ് ഷെയ്ഡിന് വേണ്ടി അത് തന്നെ നമുക്ക് പ്രിഫർ ചെയ്യാം. അപ്പോൾ കോളിഫ്ലവർ ഒന്ന് പൊടിയായി അരിഞ്ഞതുകൊണ്ട് അധികം വേവൊന്നുമില്ല. കുറച്ച് വേണമെങ്കിൽ കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇതിലിട്ടിട്ട് വഴറ്റുക തന്നെ ചെയ്യാം. വഴറ്റുമ്പോൾ കുറച്ച് കളർ ചേഞ്ച് വരാം. അത് ഒഴിവാക്കാനാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇച്ചിരി ചൂടുവെള്ളം തെളിച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് കോളിഫ്ലവറിന് മാത്രം ചേർക്കുക. റൈസിന് ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് മാത്രം ഉപ്പ്, കോളിഫ്ലവറിന്, സവോളയ്ക്ക്, അതിനൊക്കെ മാത്രമുള്ള ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ അത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇനി വൈറ്റ് കളറിന് വേണ്ടി ക്യാബേജ് ചേർക്കാം, ഇതുപോലെ കോളിഫ്ലവർ ചേർക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗീ റൈസ് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. വൈറ്റ് പേപ്പറാണ് ഏറ്റവും ആ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലത്. എൻ്റെ കയ്യിൽ വൈറ്റ് പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബ്ലാക്ക് പേപ്പർ തന്നെ ഉപയോഗിക്കുകയാണ്. ഓക്കെ, അത് എരിവിനനുസരിച്ച് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്തിട്ടുണ്ട്. നമ്മൾ പച്ചമുളകും കുറച്ച് വേണമെങ്കിലും, അത്ര എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ അത് ചേർക്കാം. അത് വലിയ വഴറ്റിലൊന്നും ആവശ്യമില്ല, അത്ര മൂപ്പിക്കൊന്നും വേണ്ട. നമുക്ക് ഈ കുരുമുളക് ഇടുമ്പോൾ തന്നെയുള്ള ആ ഒരു എരിവ് കിട്ടും. അപ്പോൾ നമുക്ക് പച്ചമുളക് ഒരുപാട് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട, മൂപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട. ഈ സ്റ്റേജിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ വൈറ്റ് കളർ ബേസാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് കൊണ്ട് അധികം ഗ്രീൻ കളറൊന്നും മിക്സ് ചെയ്യാതെ നോക്കുക. എന്നിട്ട് ഞാൻ ക്യാബേജൊക്കെ അല്ലെങ്കിൽ കോളിഫ്ലവറൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന, ക്യാബേജ് ഇല്ല, കോളിഫ്ലവർ എടുത്ത് വെച്ചിരിക്കുന്ന അതേ കപ്പിന് തന്നെയാണ് ഞാൻ റൈസ് ചേർത്തത്. അപ്പം നമ്മൾക്ക് ലെവൽ ചെയ്ത രീതിയിൽ കോളിഫ്ലവർ ചേർക്കുമ്പോൾ ആ പാത്രത്തിന് നമ്മളെടുത്ത കോളിഫ്ലവർ എടുത്ത പാത്രത്തിന് കുമിച്ച രീതിയിൽ നല്ലവണ്ണം ഹീപ്ഡ് അല്ല,
ഫുള്ളായിട്ട് നല്ലോണം നിറച്ച് തന്നെ റൈസ് എടുക്കുക. അപ്പോൾ റൈസും വെജിറ്റബിളും തമ്മിൽ നല്ലോണം ബാലൻസ് ചെയ്ത് പോവും. കുട്ടികളെ വെജിറ്റബിൾ കഴിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള റൈസ് മിക്സ് ചെയ്ത് ഒരു ലെയറായി അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അട്രാക്റ്റീവ് ആയിരിക്കും. വെജിറ്റബിൾ കഴിക്കില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അത് ഗുണം ചെയ്യും. എല്ലാ അമ്മമാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് കുക്ക് ചെയ്യാനൊന്നുമില്ല. ചൂട് നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത ചോറായതുകൊണ്ട് ഇനി ഒന്നും ചേർക്കണ്ട. അവസാനം ഇത് വാങ്ങുമ്പോൾ കുറച്ച് വേണമെങ്കിൽ ഒരു 2-3 ഡ്രോപ്പ് ഓയിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ചോറിന് ചൂടാറിയതിന് ശേഷം ഡ്രൈനെസ് വരില്ല. നെക്സ്റ്റ് നമുക്ക് ക്യാരറ്റ് റൈസ് ഉണ്ടാക്കാം. സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ ആ റൈസ് മാറ്റി. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ഇത് സെറാമിക് ആയതുകൊണ്ട് വലിയതായിട്ട് അടി പിടിച്ചിട്ടൊന്നുമില്ല. ബട്ടർ അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ ചേർത്തു. ഇച്ചിരി ഒരു 1/4 മുതൽ അര ടീസ്പൂൺ വരെ വെളുത്തുള്ളി ചേർക്കാം. അതിനുശേഷം പച്ചമുളക് കുറച്ച്, അതായത് 1-2 ടീസ്പൂൺ പച്ചമുളക് മതിയാവും. അത്രയും ആവശ്യം വരില്ല. അത് ഓരോരോ പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് 1.5 ടീസ്പൂണോളം സവോള അരിഞ്ഞത്, ഉള്ളി അരിഞ്ഞതായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഏത് ഇഷ്ടം അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ക്യാരറ്റ് നല്ലവണ്ണം ഫൈനായി ചീവി വെച്ചതോ മിക്സിയിലിട്ടിട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതോ ആയ ക്യാരറ്റ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ക്യാരറ്റിന് നല്ല കളർ കിട്ടണമെങ്കിൽ കളർ ചേർക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെയൊന്നും മിക്സ് ചെയ്തിട്ടില്ല. എക്സാക്റ്റ് ആയിട്ടുള്ള കളർ മാത്രമാണ് ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ക്യാരറ്റിന് വലിയ വേവൊന്നുമില്ല. കോളിഫ്ലവറിനോളം പോലും വേവില്ലാത്തൊരു വെജിറ്റബിളാണ്. അപ്പോൾ അത് നമ്മൾ റോ ആയിട്ട് തന്നെ കഴിക്കുന്ന ഒരു വെജിറ്റബിൾ ആയതുകൊണ്ട് അധികം കുക്ക് ചെയ്യുകയൊന്നും വേണ്ട. ബട്ടറിൽ ഇത് സോട്ടാകുമ്പോൾ തന്നെ ആ ചൂടിൽ നല്ല രീതിയിൽ അത് വെന്ത് വരാവുന്നതേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ സമയത്ത് വേണമെങ്കിലും കുറച്ച് ഓയിൽ തൂവി കൊടുക്കാവുന്നതാണ്. നമ്മൾക്ക് റൈസ് ആറും തോറും ഡ്രൈനെസ് കൂടുന്നതായി തോന്നും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ 1-2 ഡ്രോപ്പെങ്കിലും ഓയിൽ നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പം നമുക്ക് ഇതേപോലെ ഒരു കപ്പ്, ഞാൻ ഏത് കപ്പിനാണോ ക്യാരറ്റ് എടുത്തിരിക്കുന്നത് അത് ആ പാത്രത്തിൽ തന്നെ നല്ലോണം കുമിച്ച രീതിയിൽ റൈസ് എടുക്കുകയാണ്. അപ്പം അത് ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കേണ്ട. അപ്പോൾ ആ ഒരു നമുക്ക് വരുന്ന ഡ്രൈ കളറിൻ്റെ ഒരു കളർ ചേഞ്ച് വരും. അപ്പോൾ ആവശ്യത്തിന് വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ബ്ലാക്ക് പേപ്പറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റൈസ് ഇതിലോട്ടിടാം. റൈസ് നല്ലവണ്ണം ഈ ക്യാരറ്റിനോടൊപ്പം തന്നെ നല്ലോണം ചൂടായി ഒരു കളറൊക്കെ, നമുക്ക് ക്യാരറ്റിൻ്റെ ഒരു കളറൊക്കെ റൈസിലേക്ക് പിടിക്കും. അതുവരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. കുറച്ച് നേരം അടച്ചു വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് ചോറ് ഫ്രൈഡ് റൈസ് പോലെ നല്ലോണം ഫ്രൈ ചെയ്തിട്ടൊന്നും എടുക്കണ്ട. ഒരാവി കയറിയാൽ മാത്രം മതി. അങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം. റൈസൊക്കെ നല്ലവണ്ണം എല്ലാ ഭാഗത്തേക്കും, ക്യാരറ്റ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ റൈസ് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് മതിയോ നോക്കാം. എരിവ് നമുക്ക് എത്ര മതിയോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാരറ്റ് ഞാൻ നല്ലവണ്ണം ചോറിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് തന്നെ ഉപയോഗിക്കണമെന്നില്ല. തക്കാളി, ടൊമാറ്റോ നല്ലോണം തൊലി കളഞ്ഞ് പ്യൂരി ആക്കിയതിന് ശേഷം അത് ബട്ടറിലിട്ട് വഴറ്റി അതിലേക്ക് നമുക്ക് റൈസ് ഇട്ടിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഇല്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. തക്കാളി ഇട്ടുള്ള റൈസോ നമുക്ക് ഡ്രൈ കളറിലേക്ക് ഉപയോഗിക്കാം. വീണ്ടും നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു. ബട്ടർ 1 ടീസ്പൂൺ ചേർത്തു. കുറച്ച് വെളുത്തുള്ളി ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ, അര ടീസ്പൂൺ വരെ നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. 1/4 ടീസ്പൂൺ വരെ, 1.5 ടീസ്പൂൺ വരെ നമുക്ക് സവോള ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലിപ്പോൾ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിന മല്ലിയില ചട്നി അരയ്ക്കുമ്പോൾ തന്നെ ഞാൻ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് അരയ്ക്കാനായിട്ട് പുതിന 1 കൈപ്പിടി, മല്ലിയില 1 കൈപ്പിടി, നമുക്ക് ആവശ്യത്തിന് 1-2 പച്ചമുളക്, കുറച്ച് ഒരു ശകലം ഇഞ്ചി, വേറെ ഒന്നിലും ഞാൻ ഇഞ്ചി ചേർക്കുന്നില്ല. ഒരു ഇഞ്ചി പോലും വേണ്ട അത്ര ഇഞ്ചി, ഒരു അല്ലി, ഇതിലിപ്പോൾ നമ്മൾ വെളുത്തുള്ളി ബട്ടറിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു അല്ലി വെളുത്തുള്ളി, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അത് അരച്ചിട്ടുള്ളത്, പുതിന ചമ്മന്തി അരച്ചിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർക്കാവുന്നതാണ്. അതല്ല ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് അരച്ചാൽ
കുറച്ചുകൂടെ നല്ലത് അതിലേക്ക് നല്ലോണം ആ ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. ഒരുപാട് വഴറ്റിയൊന്നും എടുക്കണ്ട, ഒരു പച്ചമണം മാറുന്ന രീതിയിൽ ആ ബട്ടറിലൊന്ന് സോട്ട് ചെയ്ത് ചൂടാക്കി എടുക്കുക, അത്ര മാത്രമേ വേണ്ടൂ. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് ഇതിൽ ചേർക്കണമെന്നില്ല, വേണമെങ്കിൽ ചേർക്കാം. വൈറ്റ് പേപ്പർ ആണെങ്കിൽ അത്രയും കളർ ചേഞ്ച് ആവില്ല. ഒരു 1-2 ഡ്രോപ്പ് നമുക്ക് ഇത് ചേർക്കാം. നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഈ പുതിനയുടെ ചമ്മന്തി അരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ സമയത്തോ നമ്മൾക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ ഉപ്പ് ചേർത്തിരുന്നില്ല, അത് കാരണം ഞാൻ ഈ സ്റ്റേജിൽ ഉപ്പ് ചേർക്കുകയാണ്. വെള്ളം ഒരുപാട് വറ്റിക്കളയണ്ട. അപ്പോൾ നമ്മൾക്ക് റൈസ് ഇതിലിടുമ്പോൾ പുതിന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്രെഡായി തോന്നും. അപ്പോൾ ചോറിലേക്ക് നല്ലവണ്ണം കോട്ട് ചെയ്ത് വരാൻ കുറച്ച് വെള്ളാംശം ഈ പുതിന ചൂടാക്കിയതിന് ശേഷം ഉണ്ടാവണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ധാരാളം വെള്ളം ഒഴിച്ചു കൊടുത്താലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യുക. എന്നാൽ പുതിനയുടെ ഒരു പച്ചമണം നമുക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ഞാൻ പുതിന ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. പുതിന, മല്ലിയില, ചമ്മന്തി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നല്ല ഫുള്ളായിട്ട്, ആ കപ്പിന് ഫുള്ളായിട്ട് തന്നെ നമുക്ക് റൈസ് ചേർക്കാവുന്നതാണ്. മറ്റ് റൈസൊക്കെ ചെയ്ത പോലെ തന്നെ 1-2 ഡ്രോപ്പ് ഇതിലും നമുക്ക് എണ്ണ തൂവാവുന്നതാണ്. ഞാൻ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല, ചൂടായിട്ട് തന്നെ റൈസ് ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട് അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പം ഓയിൽ അധികം ഞാൻ ഉപയോഗിക്കുന്നില്ല. ചോറ് വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിരുന്നു, കാരണം ചോറ് വേവിച്ചതിന് ശേഷം ഈ പ്രോസസ്സൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ചോറ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾക്ക് ഫുള്ളായിട്ട് ഒരു കപ്പ് എടുത്ത് റൈസ് എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എത്ര പേരുണ്ടോ, എത്ര നമ്മൾക്ക് റൈസ് ആവശ്യമാണോ അതിനനുസരിച്ചൊക്കെ ഇതിൻ്റെ അളവുകളിലെല്ലാം ചേഞ്ചസ് വരും. അപ്പോൾ റൈസ് വേവിക്കുമ്പോൾ ഒരു കപ്പ്, അത് ഏകദേശം 1 ഗ്ലാസ് നമ്മളുടെ റൈസിന്, പച്ചരി റൈസിന് 2-2.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പും 1 സ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് 1 ടീസ്പൂൺ ഓയിൽ, 1/2 ടീസ്പൂൺ ബട്ടർ, ഇതൊക്കെ ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത്. അപ്പോൾ റൈസ് എല്ലാം റെഡിയായി. റൈസ് സെർവ് ചെയ്യാം. നല്ലൊരു അടിപൊളി റൈസ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.